നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ആലക്കുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും സ്വജനപക്ഷപാതവും പ്രതിഷേധ മാർച്ച് നടത്തി BJP. ആലക്കുഴ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK ജോസിനെതിരെ അവിശ്വാസ പ്രമേയം പാസായി. 6-നെതിരെ 7 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത്. VS അച്യുതാനന്ദൻ 1ാം അനുസ്മരണം നടത്തി. എസ്തോസ് ഭവനിൽ നടത്തിയ അനുസ്മരണം CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ പതാക ഉയർത്തി. മൂവാറ്റുപുഴയിൽ ആരോഗ്യ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ 25ാം വാർഡും MLAയും സംയുക്തമായാണ് പരിപാടി നടത്തിയത്. മദേഴ്സ് ഗ്രേസ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ക്ലാസ് നയിച്ചു. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ജില്ലാ സമ്മേളനം ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ. പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസ് C. മാത്യു ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെയും പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിക്കുന്നതിനെതിരെയും പ്രതിഷേധ മാർച്ച് നടത്തി BJP. ആലക്കുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. BJP ആലക്കുഴ പഞ്ചായത്ത് സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെയും അനധികൃതമായി പ്ലൈവുഡ് കമ്പനികൾ അനുവദിക്കുന്നതിനെതിരെയും പ്രധാനമന്ത്രി ആവാസ് യോജന അട്ടിമറിക്കുന്നതിനെതിരെയും പ്രതിഷേധ മാർച്ച് നടത്തി. ആലക്കുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നമ്മെ സംബന്ധിച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള ആലപ്പുഴ പഞ്ചായത്തിനെ മലിനീകരിക്കുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ഭരണത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. എങ്ങനെയും ഈ പഞ്ചായത്തിലേക്ക് മറ്റു മേഖലയിലുള്ള പറിച്ചു നടപ്പെട്ട പ്ലൈവുഡ് കമ്പനികളെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള മണ്ണിലേക്ക് പറിച്ചു നടണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടവും അതിനപ്പുറമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള പാർപ്പിട സൗകര്യങ്ങള് കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ആ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് തന്റേതായിട്ടുള്ള ഇംഗിതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക്, കക്ഷികൾക്ക് അതിനപ്പുറമായിട്ട് വീതം വെച്ചു കൊടുക്കുന്ന ഒരു നിലപാടാണ് ഈ പഞ്ചായത്ത് നിലനിൽക്കുന്നത്. ആലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് D. ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം അജയൻ കൊമ്പനാൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് B. കാവന, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P. മോഹൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS വിജുമോൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാബു, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവ്, ജില്ലാ സെൽ കോർഡിനേറ്റർ KK അനീഷ് കുമാർ, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ശ്രീജിത്ത് നാരായണൻ, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് CS ചിയാൻ ശ്രീനാഥ് നായർ, മൂവാറ്റുപുഴ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ PU ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും CPIM നേതാവുമായ NK ജോസിനെതിരെ മുന്നണിയിലെ ഘടകകക്ഷികൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 6-നെതിരെ 7 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത്. LDFിലെ ഘടകകക്ഷികളായ CPIയും കേരള കോൺഗ്രസ് M വിഭാഗവും കോൺഗ്രസിനൊപ്പം ചേർന്നാണ് CPIMന്റെ പ്രസിഡന്റിനെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയതും പ്രമേയം പാസാക്കിയതും. 13-അംഗ ഭരണസമിതിയിൽ CPM 6, CPI 3, കോൺഗ്രസ് 3, കേരള കോൺഗ്രസ് M 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പാലക്കുഴയിലെ സർവീസ് ബാങ്കിനെ സംരക്ഷിക്കാൻ നിലപാടെടുത്ത മെമ്പർമാർക്ക് UDFന്റെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള കൂത്താട്ടുകുളം, എലഞ്ഞി, തിരുമാറാടി, പാമ്പാക്കുട, രാമംഗലം, പിറവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ അനധികൃതമായി സഹകരണ ബാങ്കിൻ്റെ നിയമത്തിൽ വരാത്ത ആളുകളെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ബാങ്കിന് അംഗങ്ങളാകാനായിട്ട് അർഹത ഇല്ലാത്ത ആളുകളെ എല്ലാം അംഗങ്ങളാക്കി ഈ ബാങ്ക് പിടിച്ചെടുത്ത്
8 വർഷം പിന്നിടുമ്പോൾ ഇന്ന് ആ ബാങ്കിൻ്റെ CPM നേതൃത്വം കൊടുക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയും ആ അവിശ്വാസം പാസ്സാകുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ഇത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്കറിയാം, അനധികൃതമായിട്ട് അല്ലെങ്കിൽ അവീതമായിട്ടാണ് അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആളുകളാണ് ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഈ ബാങ്കിന് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പാലക്കുഴത്തെ വലിയൊരു ജനത ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഈ ബാങ്ക് ഭരിക്കണം എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടാണ്. പലപ്പോഴും നമുക്കറിയാം, പല ആളുകളുമായിട്ട് ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം. CPIയും കേരള കോൺഗ്രസും പ്രതിപക്ഷമായ കോൺഗ്രസിനൊപ്പം കൈകോർത്തതോടെ ഭരണപക്ഷം ന്യൂനപക്ഷമാവുകയായിരുന്നു. CPMും CPIയും തമ്മിൽ പ്രദേശത്തുണ്ടായ രൂക്ഷമായ സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് അവിശ്വാസ പ്രമേയത്തിലേക്ക് എത്തിച്ചത്. ഘടകകക്ഷികളോട് യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെ CPM ബാങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആക്ഷേപം ശക്തമായിരുന്നു. അടുത്തിടെ CPMൽ നിന്ന് 86ഓളം പ്രവർത്തകർ രാജിവെച്ച് CPIയിൽ ചേർന്നത് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുവിഭാഗവും സംയുക്തമായിട്ടായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത്. ഉദ്യോഗസ്ഥരും പാറമട ലോബിയും ഒത്തുകളിച്ചെന്ന് അവിശ്വാസ പ്രമേയം പാസ്സായതിനു പിന്നാലെ രൂക്ഷമായ ആരോപണങ്ങളുമായി CPM രംഗത്തെത്തി. പ്രമേയത്തിന്മേൽ രഹസ്യ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചുവെന്ന് CPM ആരോപിച്ചു. അംഗങ്ങളെ കൈപൊക്കി വോട്ട് ചെയ്യിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ കോൺഗ്രസിന്റെ ഭരണസ്വാധീനത്തിന് വഴങ്ങിയാണ് പ്രവർത്തിച്ചതെന്നും പാറമട ലോബികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ വിലക്കെടുത്തതുമാണ് അവിശ്വാസം പാസ്സാക്കാൻ കാരണമായതെന്നും CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് ആരോപിച്ചു. ഇടതുപക്ഷത്തിനെതിരായി അവിശ്വാസം ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ് ഇത്. അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന പോലെ രഹസ്യ ബാലറ്റ് വഴി നടപ്പാക്കേണ്ട ആ സമ്പ്രദായത്തിന് വിരുദ്ധമായി കൈപൊക്കി വോട്ടിംഗ്, ജനാധിപത്യ വിരുദ്ധമായ ഒരു വോട്ടിംഗ് നീക്കം വഴി, പരസ്യമായ വോട്ടിംഗ് വഴി, ഇപ്പോൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും കൈപൊക്കി വോട്ടില്ല. ആ സംവിധാനത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടുന്ന മുക്കൂട്ട് മുന്നണിക്കൊപ്പം കൂട്ടിച്ചേർന്ന നിലപാടാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ വരണാധികാരിയായ ഉദ്യോഗസ്ഥനടക്കം ചെയ്തത്. ഈ മുൻകൂർ പ്ലാനിംഗ് ആണ്. ഇവിടെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഒരു ജനപ്രതിനിധി അയോഗ്യനാണ്. 4 ഭരണസമിതി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതുകൊണ്ട് അയോഗ്യതയുള്ള ആൾക്കെതിരായി ഈ ബാങ്കിലെ ഒരു സാധാരണ അംഗം സഹകരണ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത അന്വേഷണത്തെ 6 മാസക്കാലം തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ അതേ അംഗം തന്നെ പോയി കൊടുത്ത റിട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിട്ടിരിക്കുന്ന അംഗത്തിന്റെ അടക്കം പിൻബലത്തോടെ ഇന്ന് കൈപൊക്കി വോട്ടിങ്ങിലൂടെ ആ കൈപൊക്കി വോട്ടിങ്ങിലുള്ള അവസരമാണ് ഇവിടെ ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIഎമ്മിന്റെ 6 ജനപ്രതിനിധികൾ വോട്ടെടുപ്പിൽ ഇക്കാര്യത്തിന്റെ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് എഴുതിക്കൊടുത്ത് പുറത്തിറങ്ങിയാണ്. തീർച്ചയായും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിൽ VS അച്യുതാനന്ദൻ 1ാം അനുസ്മരണം നടത്തി. എസ്തോസ് ഭവനിൽ നടത്തിയ അനുസ്മരണത്തിൽ CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ പതാക ഉയർത്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം അനുസ്മരണ ദിനത്തോട് അനുബന്ധിച്ച് എസ്തോസ് ഭവന് മുൻപിൽ പതാക ഉയർത്തലും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ, ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, PM ഇസ്മയിൽ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും VS അനുസ്മരണ പതാക ഉയർത്തി.
മൂവാറ്റുപുഴ 25-ാം വാർഡും MLAയും സംയുക്തമായി ആരോഗ്യ ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആരോഗ്യ കർക്കിടകം ആരോഗ്യത്തിന് ഒരു ദിവസം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ മദേഴ്സ് ഗ്രേസ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ക്ലാസ് നയിച്ചു. മൂവാറ്റുപുഴ നഗരസഭ 25-ാം വാർഡും മൂവാറ്റുപുഴ AMAIയും സംയുക്തമായി ആരോഗ്യ കർക്കിടകം ആരോഗ്യത്തിന് ഒരു ദിവസം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലറും ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയുമായ P. രജിത ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർക്കിടകം ആരോഗ്യ പരിചരണത്തിനും ആത്മപരിശോധനയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണെന്നും ആരോഗ്യ സംരക്ഷണം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും P. രജിത പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ. നമ്മൾ സംസ്ഥാന സർക്കാരുടെ ഒരു പദ്ധതിയായിട്ട് ആരോഗ്യ പേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കൂടെ പ്രചരണത്തിൽ വന്നിട്ടുണ്ട്. അതായത് വെള്ളിയാഴ്ചകൾ നമ്മുടെ സ്കൂളുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഒരു ഡ്രൈ ഡേ, ശനിയാഴ്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, ഞായറാഴ്ചകൾ നമ്മളുടെ വീട്. ഇപ്പം നമ്മൾ മറ്റുള്ളവരെ മുനിസിപ്പാലിറ്റി മാത്രം ഞങ്ങളുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൗൺസിലർ ഞങ്ങളുടെ ആരോഗ്യത്തിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരു ദിവസം, ഈ ഞായറാഴ്ച ഒരു ദിവസം കൃത്യമായി നമ്മളൊരു ഡ്രൈ ഡേ ആചരിച്ച് കൊതുകിനും മറ്റുള്ള കീടാണുക്കൾക്കും അല്ലെങ്കിൽ ബാക്ടീരിയകൾക്കും വളരാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കി നമ്മളുടെ പരിസരം ശുചിയാക്കി നല്ല വൃത്തിയായ ഒരു അന്തരീക്ഷത്തിലൂടെ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കർക്കിടകം സുഖമായി ഒരു ആരോഗ്യ കർക്കിടകം തന്നെയാക്കി നമുക്ക് തീർക്കാൻ സാധിക്കും. കർക്കിടക മാസത്തിന്റെ ആരോഗ്യപരമായ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആരോഗ്യപരമായ ജീവിതശൈലിയെക്കുറിച്ച് അവബോധം വളർത്തുകയും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ മദേഴ്സ് ഗ്രേസ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറും ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ പ്രസിഡന്റുമായ ഡോക്ടർ അമിത ആന്റണി കർക്കിടകത്തിലെ ആരോഗ്യപരിരക്ഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഔഷധക്കഞ്ഞി, തേച്ചുകുളി, കൃത്യസമയത്തെ ഭക്ഷണം എന്നിവയുടെ ആരോഗ്യ പ്രാധാന്യവും കർക്കിടകകാലത്ത് പാലിക്കേണ്ട ആരോഗ്യശീലവും ക്ലാസ്സിൽ വിശദീകരിച്ചു. നമ്മുടെ ആയുർവേദം പറയുന്ന അനുസരിച്ച് ഈ ഒരു ആയുർവേദം നമുക്ക് പൊതുവെ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് കുറയുന്ന ഒരു സമയമാണ്. നല്ല മഴയുള്ള സമയത്ത് വിശപ്പൊക്കെ ഒന്ന് കുറയും. നമുക്കൊരു ചെറിയൊരു ദേഹത്തിനാണെങ്കിലും ഒരു ചെറിയൊരു ക്ഷീണം വരുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചാൽ, പെട്ടെന്ന് പോയി ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചാൽ നമുക്ക് വീണ്ടും ക്ഷീണം കൂടുവാണോ കുറയണേ? കൂടും. അപ്പോൾ ക്ഷീണം, അപ്പോൾ നമ്മുടെ ഒരു ദഹനമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആയുർവേദം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഒരു ജീവിത രീതിയാണ് അല്ലേ? ഓരോ ദിവസവും നമ്മളെങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ശരിക്കും ആയുർവേദം എന്ന് പറയുന്നത്. ഡോക്ടർ രവീന്ദ്രനാഥ് കമത്ത്, ഡോക്ടർ ജോസഫ് ജോസ്, വാർഡിലെ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, CDS അംഗം, ആശാ വർക്കർ, വിവിധ മേഖലകളിലെ പ്രതിനിധികൾ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണവും അപരാജിത ധൂമചൂർണ വിതരണവും നടത്തി. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സുസ്മിതം 2026 പദ്ധതി ചരിത്ര വിജയം. 141 അർഹരായ വയോജനങ്ങൾക്ക് സൗജന്യമായി മുഴുവൻ പല്ല് സെറ്റുകൾ നൽകി മാർ ബസേലിയോസ് ഡെന്റൽ കോളേജ് ചരിത്ര നേട്ടത്തിലേക്ക്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിലെ പ്രോസിയോഡോണ്ടിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സുസ്മിതം 2026 മെഗാ സാമൂഹ്യ സേവന പദ്ധതി വിജയമായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമ്പൂർണ്ണ ദന്തനഷ്ടം സംഭവിച്ച 141 അർഹരായ ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി മുഴുവൻ പല്ലുസെറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തുകൊണ്ടാണ് കോളേജ് മറ്റൊരു ചരിത്ര നേട്ടത്തിന് സാക്ഷ്യം വഹിച്ചത്. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മേഖല മെത്രാപ്പോലിത്ത അഭിവന്ദ്യ ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ പല്ലുസെറ്റ് നിർമ്മാണ നടപടികൾ പ്രത്യേകമായി ആസൂത്രണം ചെയ്ത ത്വരിത ചികിത്സാ രീതിയിലൂടെ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി. പ്രധാന ക്ലിനിക്കൽ, ലബോറട്ടറി നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച എല്ലാ ഗുണഭോക്താക്കൾക്കും പല്ലുസെറ്റുകൾ വിതരണം ചെയ്തു. ഒരേ വേദിയിൽ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ സൗജന്യ മുഴുവൻ പല്ലുസെറ്റുകൾ വിതരണം ചെയ്ത പരിപാടി എന്ന നേട്ടത്തിനായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കുള്ള രേഖപ്പെടുത്തൽ നടപടികളും ചടങ്ങിനോട് അനുബന്ധിച്ച് പൂർത്തിയാക്കിയതായി കോളേജ് സെക്രട്ടറി സലീം ചെറിയാൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു പോൾ കുര്യൻ എന്നിവർ പറഞ്ഞു. 150 പേഷ്യൻസിനെ
24 മണിക്കൂർ രാവിലെ 9 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി വരെ വർക്ക് ചെയ്ത് സെറ്റ് പല്ല് വെക്കുന്ന ഇതാണ് നടക്കുന്നത്. അത് നമ്മൾ BPL പാവപ്പെട്ടവർക്കാണ് നമ്മളത് ചാരിറ്റി ആയിട്ടാണ് നമ്മളിത് നൽകുന്നത്. അതിന് നമ്മൾ പൈസയൊന്നും വാങ്ങുന്നില്ല, ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് ലിങ്ക് ഓഫ് ബുക്ക് റെക്കോർഡിൽ വരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ 104 ആണ് ഏറ്റവും കൂടുതലായിട്ട് പല്ല് സെറ്റ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ 150 പല്ല് സെറ്റ് വെക്കുന്നത്. ഈ പ്രോജക്റ്റ് നമ്മൾ 5 വർഷമായിട്ട് നടന്നു പോരുന്നതാണ്. ഇത് അതിൻ്റെ 6ാം ഘട്ടത്തിൽ 150ഓളം പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്ത് അവർക്ക് 24 മണിക്കൂറിന് ഉള്ളിൽ അവരുടെ ട്രീറ്റ്മെൻറ്റും അവരുടെ ഡെഞ്ചർ ഡെലിവറിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മളൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനും കൂടി ഈ പ്രോഗ്രാമിനെ കാണിക്കുന്നുണ്ട്. പ്രായമായ രോഗികൾക്ക് ആവർത്തിച്ചുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കി മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നൂതന മാതൃക നടപ്പിലാക്കിയത്. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസി മാത്യു ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി എറണാകുളം ജില്ലാ സമ്മേളനം ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 നടക്കുന്ന സമ്മേളനം പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്യും. PSA ലത്തീഫ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MB മത്തായി, പ്രൊഫസർ K അരവിന്ദാക്ഷൻ, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, CR നീലകണ്ഠൻ, ജോൺ പെരുവന്താനം, പ്രൊഫസർ ഫ്രാൻസിസ് കളത്തുങ്കൽ, വിജി മനോജ് തുടങ്ങിയവർ പ്രസംഗിക്കുമെന്ന് സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MB മത്തായി, സ്വാഗത സംഘം ചെയർമാൻ PSA ലത്തീഫ്, കോർഡിനേറ്റർ NR മോഹൻകുമാർ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ PA അബ്ദുൾ സമദ്, സ്വാഗത സംഘം കൺവീനർ PP എബ്രാഹിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളുടെ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളുടെ നിവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടൊരു സംഘം ഉണ്ടാകണം. കാരണം ഈ കക്ഷി രാഷ്ട്രീയം പലപ്പോഴും അവരുടെ ഒരു പ്രത്യേക താല്പര്യ മേഖലയുണ്ടാവും. ആ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തും അവർക്ക് താല്പര്യമില്ലാത്ത വിഭാഗങ്ങളെ വേണ്ടത്ര പരിഗണിക്കാതെയും ചിലപ്പോഴൊക്കെ അവഗണിച്ചുമാണ് അവരുടെ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതും നടപടികൾ എടുക്കുന്നതും എന്നുള്ളത് അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെല്ലാം അതീതമായിട്ട്, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കും ജാതിമത ചിന്തകൾക്കും ഒക്കെ അതീതമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് നിവൃത്തിയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനകീയ പ്രതിരോധ സമിതി രൂപപ്പെടുത്തിയത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനകീയ പ്രതിരോധ പ്രവർത്തകർ, അതിൻ്റെ നേതൃത്വം വഹിക്കുന്നവരും അതിൽ സജീവമായി പങ്കെടുക്കുന്നവരുമായ ആളുകൾ സംഗമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ ജനകീയ പ്രതിരോധ പ്രവർത്തകരുടെയും പ്രതിരോധ സമിതികളുടെ നേതാക്കന്മാരുടെയും ഒരു മഹാസംഗമം ആണ് ഈ 25-ാം തീയതി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയത്തക്ക സവിശേഷത എന്നാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്. ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും ഉൾപ്പെടെ ചർച്ചാ സമ്മേളനം 4 വിഷയങ്ങളിലാണ്. അത് 4 പേര് ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആ 4 വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വികസന പദ്ധതികളും കുടിയൊഴിപ്പിക്കലും ഉപജീവന പ്രതിസന്ധികളെ സംബന്ധിച്ച് ഹാഷിം ചെന്നാമ്പള്ളി, അത് ഈ സമിതിയുടെ സംസ്ഥാന നേതാവാണ്. ലഹരിയുടെ വ്യാപനവും സാമൂഹിക പ്രത്യാഘാതങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിൻസെൻ്റ് മാളിയേക്കലാണ്. മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കിഴക്കൻ മേഖല അനുഭവിക്കുന്ന ഒരു കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, വന്യജീവി ആക്രമണം, പരിഹാര മാർഗങ്ങൾ എന്നിവ സംബന്ധിച്ച് ശ്രീ N വിനോദ് കുമാർ വിഷയം അവതരിപ്പിക്കുന്നു. ആ 4 സെഷനുകളിലും ചോദ്യോത്തരങ്ങളും മറുപടിയും ഉണ്ടാവും. അതെല്ലാം ക്രോഡീകരിച്ച് മറ്റ് ജില്ലകളിൽ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെടുത്തി കിട്ടുന്ന ആശയങ്ങൾ സംസ്ഥാന സമിതി ഏറ്റെടുക്കും. അതിന് വേണ്ട പ്ലാനുകൾ സംസ്ഥാന സമിതി ആവിഷ്കരിച്ച് സ്റ്റേറ്റ് ഒട്ടുക്കുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കി തീർക്കും എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. 5 നടക്കുന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യും.
കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു, കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പ്രസിഡന്റ് MB ബാബുരാജ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. സമകാലീന കേരളം നേരിടുന്ന 4 വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രത്യേക ചർച്ചയും സമ്മേളനത്തിൽ നടത്തപ്പെടും. MCS ഹോസ്പിറ്റൽ, we take care of your health. ജനറൽ ആശുപത്രിയിലെ പീഡിയാട്രിക് വാർഡിലേക്ക് റോട്ടറി ക്ലബ് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. ജനറൽ ആശുപത്രിയിലെ മുൻ ഡോക്ടറും നിലവിൽ റോട്ടറി ക്ലബ് ഓഫ് മൂവാറ്റുപുഴ പ്രസിഡന്റുമായ ഡോക്ടർ വിനോദ്, ക്ലബിലെ മറ്റു ഭാരവാഹികളോടൊപ്പം രക്തക്കുഴലുകൾ കണ്ടെത്തുന്നതിനുള്ള 2 വെയിൻ ഡിറ്റക്ടർ ഉപകരണങ്ങളും രോഗികളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനുള്ള പ്രൈവസി സ്ക്രീനും ആശുപത്രിക്ക് സംഭാവനയായി നൽകി. കുഞ്ഞുങ്ങളിൽ രക്തം എടുക്കുന്നതിനും IV കാനുല ഇടുന്നതിനും രക്തക്കുഴലുകൾ വേഗത്തിലും കൃത്യതയോടെയും കണ്ടെത്താൻ വെയിൻ ഡിറ്റക്ടർ സഹായമാണ്. രോഗികളെ പരിശോധിക്കുമ്പോഴും ചികിത്സ നൽകുമ്പോഴും അവരുടെ സ്വകാര്യതയും മാന്യതയും സംരക്ഷിക്കുന്നതിന് പ്രൈവസി സ്ക്രീൻ ഉപയോഗിക്കും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ മദ്രാസ് IIT-യിൽ നിന്നും നാനോ ടെക്നോളജി ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടി ആതിര പ്രസാദ്. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപികയാണ്. പുതുപ്പാടി പൂക്കുന്നൽ പ്രസാദ് P. വർഗീസ് മീര ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് മൂവാറ്റുപുഴ നെടുഞ്ചാലിൽ ജഗൻ ജെയിംസ്. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കടാതി നടുക്കുടി പുത്തൻപുരയിൽ പരേതനായ MB മാത്യുവിന്റെ ഭാര്യ സൂസൻ 67 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3:30 കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടത്തി. മക്കൾ ജിജിൻ, ജിൻസി, മരുമക്കൾ ഷാറ, ലിബിൻ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.